Yeah. Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നാനോ ടേപ്പ് ബലൂൺ ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ ഒരു നാനോ ടേപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 131 രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത്. അങ്ങനെ സംഭവം വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ ചെയ്ത് നോക്കാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ബലൂണൊക്കെ വീർപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുമേലായിട്ട് ആ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചൂടുവെള്ളത്തിൽ മുക്കാനായിട്ട്. അങ്ങനെ ചെയ്യണമെന്ന് അറിയായിരുന്നു, പക്ഷേ അത് മറന്നുപോയി. അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതൊന്ന് വീർപ്പിച്ച് കൊടുത്തപ്പോൾ എന്ത് പറ്റി, അതിങ്ങനെ ചുരുങ്ങിപ്പോയിട്ടോ. അങ്ങനെ രണ്ടാമത് വീണ്ടും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. നേരത്തെ ചെയ്ത ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ തിരി കത്തിച്ചിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉരുക്കി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ചൂട് കൂടുതലായിട്ടാണ് വരിക. അപ്പോൾ ചൂട് കൂടുമ്പോൾ എന്ത് പറ്റും, അത് വീണ്ടും പൊട്ടിപ്പോവും. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസ് നോക്കുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഹെയർ ഡ്രയർ ഒന്നുമില്ല, അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ശരിയാവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ സ്ട്രോയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ പേനയുടെ റീഫിലുണ്ടല്ലോ, അത് വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പേനയുടെ റീഫിൽ വെച്ച് ചെയ്ത് നോക്കിയായിരുന്നു, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു നാനോടേപ്പ് ബലൂൺ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം ശരിയായി എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഇതുപോലെ 2 കണ്ണും പിന്നെ ഒരു ചുണ്ടൊക്കെ വരച്ചെടുത്തു കേട്ടോ. പക്ഷേ അതിൻ്റെ സൈഡിലുള്ള ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഉരുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ ഹോള് വന്നിട്ട് അതിങ്ങനെ ചുരുങ്ങിപ്പോവാണ് ചെയ്തത്. സൈഡിൽ കുഞ്ഞപ്പൻ ഇങ്ങനെ എന്താണ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കണതാണ്. അപ്പോൾ അവൻ വാങ്ങിയെടുത്തതാണ് കേട്ടോ അത്. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ ചൂട് കുറച്ച് കൂടിപ്പോയി, അതിങ്ങനെ പൊട്ടിപ്പോവാണ് ചെയ്തത്. എന്നാലും ആദ്യം ചെയ്തപ്പോൾ അതിങ്ങനെ വീർക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അതിങ്ങനെ വീർത്തൊക്കെ വരുന്നുണ്ട്, പിന്നെയാണ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും അങ്ങനെ ചെയ്തു വരുമ്പോഴാണല്ലോ എന്തുകൊണ്ടാണ് അതിങ്ങനെ ശരിയാവാത്തത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ ശരിയാവും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഹോള് വരാതെ നോക്കാം. പിന്നെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് കണ്ണും വായൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ രീതിയിൽ ആ ഒരു ബലൂൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നാനോടേപ്പ് ബലൂൺ എന്ന് പറയുന്നത് ഫേക്ക് അല്ല, റിയൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് അധികം ചൂടാവരുത്. പിന്നെ നമ്മൾ ആദ്യം ശരിയായില്ലെന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ നിർത്തരുത് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ സൈഡിൽ ഹോളൊന്നും ഉണ്ടാവരുത്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുരുങ്ങി പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.